Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. സോ നമുക്ക് ഇന്ന് നല്ല ട്രേഡ് തന്നെ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം ട്രേഡ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പേഴ്സണൽ DM ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡ് ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 25,820 മുകളിൽ നമ്മൾ മാർക്കറ്റിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ബോട്ടം 820, ഈ ഒരു റേഞ്ച് 820, ഓക്കെ, ഈ റേഞ്ചിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ നമ്മൾ 878 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗുഡ്, ഒരു 20-30 പോയിൻറ്റ്സ് എന്തായാലും ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ട്രേഡ് എടുത്തവർ. ഓക്കെ, സോ നമുക്ക് നാളെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ട്രേഡ് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പോലെ നമുക്ക് ഒരു കാര്യം നോക്കാം. സോ നമ്മൾ നോക്കിയാൽ അറിയാം, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പിന് ശേഷം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വന്നിട്ട് ഇന്നൊരു ഗ്യാപ്പ് അപ്പിൽ വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു സപ്ലൈ സോൺ എന്തായി, ഇന്ന് നമുക്ക് മാർക്കറ്റ് രാവിലത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, അല്ലേ, ഇതൊരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മേജർ സപ്ലൈയിൽ തട്ടിയിട്ട് ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് മാർക്കറ്റ് അവിടെ മാർക്കറ്റ് എന്താണ് ക്ലോസ് ചെയ്തു എന്നിട്ട് കറണ്ട് മാർക്കറ്റ് പ്ലേസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്, ഈ ഒരു സപ്ലൈ സോണിൽ. സോ നാളെ നമ്മൾ എൻട്രി സിനാരിയോസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നാളത്തെ എൻട്രി സിനാരിയോസ്, നാളെ നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,991, 26,105, ഇത് രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് ഫോക്കസ് ചെയ്യാം, അതായത് ഫോർ ബൈയിങ് സൈഡ്. അതെല്ലാം മാർക്കറ്റ് താഴോട്ട് വരുന്നെങ്കിൽ നമ്മളൊരു ഷോർട്ട് സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് 25,748 ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു ബെസ്റ്റ് ബൈയിങ് സോണാണ്. ഓക്കെ, 25,448 ഇതൊരു ബെസ്റ്റ് ബൈയിങ് സോണാണ്, ഈ ഒരു 40 to 48 ഈ സോൺ. ഇവിടെ മാർക്കറ്റ് നമുക്കൊരു പോസിറ്റീവ് സിനാരിയോസ് നാളെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബൈയിങ് ഇനിഷ്യേറ്റ് ചെയ്യാം. നമുക്ക് താഴെ തന്നെ നല്ലൊരു ബൈയിങ് സോണാണ് മുകളിലോട്ടുള്ളത്. സോ ഇത് നമുക്ക് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്കിതിനെപ്പറ്റി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിൻ്റെ താഴെയുള്ള നമ്മുടെ നെക്സ്റ്റ് ഒരു മേജറായിട്ടൊരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ലൈനാണ്. ഓക്കെ, 25,651, 25,651, 640 മുതൽ 650 വരെ, 640 മുതൽ 650 വരെ, ഈ ഒരു റേഞ്ചും നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. ഓക്കെ, ഈ ബ്ലൂ ലൈൻ കൊടുത്തിരിക്കുന്ന ഈ രണ്ടും നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. ഓക്കെ, 25,448 ആൻഡ് 25,648, ഈ ഒരു രണ്ട് റേഞ്ച് നമ്മുടെ ബൈയിങ് സോണാണ്. സോ താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് രണ്ടുമായിരിക്കും. അതല്ല, നാളെ നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈയുടെ മുകളിൽ നമുക്ക് നമ്മുടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 25,991, 26,105, 105 നമുക്ക് മാർക്കറ്റിൽ നമുക്ക് മുകളിലോട്ട് ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതല്ല, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്ത പോലെ മാർക്കറ്റ് താഴെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സപ്ലൈ സോൺ ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യും. സോ ഈ ഒരു സപ്ലൈ നമുക്ക് ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യും, ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വീണ്ടും ഇതും ആയിരിക്കും. സോ അതൊരു ഗ്യാപ്പ് അപ്പ് സിനാരിയോ ആണ്. ഗ്യാപ്പ് അപ്പ് അല്ല, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ആദ്യത്തെ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 40 minutes അല്ലെങ്കിൽ ഒരു 30 minutes ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, താഴോട്ടുള്ള സിനാരിയോ നമുക്ക് ബൈയിങ് തന്നെയാണ്. ഈ 25,748 ആൻഡ് 25,648 ആണ് താഴെയുള്ള ബൈയിങ് റേഞ്ച്, അതായത് ഒരു ബൈ ഓൺ ദ ഡീപ്പ് റേഞ്ച്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് എ ബ്രേക്ക് ഔട്ട് ട്രേഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ഒരു ഇതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റോക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറൊക്കെ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്. സോ ഡിവിസ് ലാബ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഡിവിസ് ലാബിൽ നല്ലൊരു ട്രേഡ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ നോക്കാം. ഡിവിസ് ലാബ് ആൻഡ് ശോഭ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ശോഭ ലിമിറ്റഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, ശോഭ ലിമിറ്റഡ്. ആൻഡ് JSW സ്റ്റീൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. JSW സ്റ്റീലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു, JSW സ്റ്റീൽ. ആൻഡ് PFC നമുക്കിന്ന്
ഡാറ്റ പാറ്റേൺസ് നോക്കി വെക്കാം. ഓക്കെ, ഡാറ്റ പാറ്റേൺസ് PFC നമുക്കിന്ന് SL ആയിട്ടുണ്ടായിരുന്നു PFC, കാരണം ഇതിൻ്റെ റേഞ്ച് ഈ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, സോ നമ്മൾ എടുത്തപ്പം ഈ ഒരു റേഞ്ചിൽ നിന്നായിപ്പോയി, കുറച്ചുകൂടെ മുകളിൽ നിന്ന് എടുത്തു. ഓക്കെ, എൻട്രി കുറച്ചൊന്ന് ലേറ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ആൻഡ് ട്രെൻഡ് നിങ്ങൾക്ക് നോക്കാം. ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിൽ നല്ലൊരു പൊസിഷനിലാണ്. സോ ട്രെൻഡ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ട്രെൻഡ്, ഡിവിസ് ലാബ്, ശോഭ, ഇതൊക്കെ നിങ്ങൾക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാം. പിന്നെ ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ അല്ല, ടാറ്റ പവർ ഓക്കെ, ടാറ്റ പവർ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ പവർ നോക്കിയാൽ മതി, ടാറ്റ പവർ. ഓക്കെ, സോ ടാറ്റ പവറിനെ നിങ്ങൾക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാം. ടാറ്റ പവറും നല്ലൊരു ബൈയിങ് സിനാരിയോയിലാണ് ഉള്ളത്. സോ ടാറ്റ പവർ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ 3-4 സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഡിവിസ് ലാബ്, ടാറ്റ പവർ, ട്രെൻഡ്, ശോഭ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇതിൽ എൻട്രി ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ നിങ്ങളത് വാച്ച് ചെയ്യുക. നല്ലൊരു ബൈയിങ് സിനാരിയോ വരികയാണെങ്കിൽ നമുക്കതിനകത്ത് ബൈ ചെയ്യാം. നിഫ്റ്റി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി നമ്മുടെ ബൈയിങ് സോണിൽ വരികയാണെങ്കിൽ നമുക്കതിൽ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത്യാവശ്യം എന്താ പറയുക, ഓപ്ഷൻ ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ ഡാറ്റ എല്ലാം അത്യാവശ്യം കൊള്ളാം. നമുക്ക് അതനുസരിച്ച് ട്രേഡ് ചെയ്യാം നാളെ. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.